ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. അപ്പം മക്കളെ, കുറേ ദിവസമായല്ലേ കണ്ടിട്ട് നമ്മൾ. എക്സാമിൻ്റെ ആ ഒരു സമയത്ത് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് എന്നെ കാണുന്നത് അല്ലേ. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സും ബാക്കിയുള്ള ബാച്ചിലെ ക്ലാസ്സൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതാണ് ഇങ്ങോട്ടേക്ക് എന്നെ കാണാഞ്ഞത്. അപ്പോൾ മക്കളെ, നമ്മുടെ എക്സാമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യം പറയാനായിട്ടാണ് വന്നത്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എക്സാമിൻ്റെ വാല്യുവേഷനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഓരോ ദിവസവും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു റിസൾട്ട് വരുന്ന സമയം ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നല്ലേ. സോ കറക്റ്റായിട്ട് റിസൾട്ട് വരുന്ന ഡേറ്റ് എന്നാന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. കാരണം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും. അറിഞ്ഞ ഉടനെ ഞാൻ കറക്റ്റ് കാര്യമേ ഞാൻ അറിയിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അത് അറിയുന്ന സമയം ഞാൻ നിങ്ങളെ അറിയിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക്, അതായത് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന 9-ാം തീയതിയാണ്. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 9, 7, 16 ഏകദേശം ഒരു 20-ാം തീയതിക്കുള്ളിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അത് എന്നത്തേക്ക് നീളാതിരിക്കാം എന്നും അറിയത്തില്ല. അപ്പോൾ ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ വാല്യുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വീക്കിനുള്ളിലാണ് സാധാരണ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ചുമ്മാ നിങ്ങൾക്കൊരു എന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി മാത്രമല്ല. കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കും, സാറേ ഇങ്ങനെ ഞാൻ ആൻസർ ചെയ്തപ്പോഴത്തേക്കും ഇത് ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഇത് ആൻസർ തെറ്റിയപ്പോൾ എനിക്ക് എത്ര മാർക്ക് കിട്ടും, പിന്നെ ഇത് എഴുതിയില്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടും, ഗ്രാഫ് മാത്രം വരച്ച് എത്ര മാർക്ക് കിട്ടും, ഇങ്ങനെ പേഴ്സണലായിട്ട് ചോദിക്കും. ചില കുട്ടികൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ മെസ്സേജിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ചിലതൊന്നും ഞാൻ നോക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാതെ തന്നെ എല്ലാ കാര്യവും, നിങ്ങൾ ചോദിച്ച എല്ലാ വിവരങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് പറയും. അപ്പോൾ ഇത് റിസൾട്ട് വന്നതിന് ശേഷം മാർക്ക് കൂടുതൽ കിട്ടിയവർക്കും കുറവ് കിട്ടിയവർക്കും ഒക്കെ ഒരു ഐഡിയ കിട്ടാനാണ് എവിടെയാണ് മാർക്ക് പോയത്, അല്ലെങ്കിൽ എവിടെയാണ് മാർക്ക് എനിക്ക് കിട്ടിയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ മാത്സ് സയൻസ് കുട്ടികളുടെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒഫീഷ്യൽ ആൻസർ കീ? കറക്റ്റായിട്ട് ടീച്ചേഴ്സ് മാർക്ക് ഇട്ടിരിക്കുന്നത് ഈ ഒരു ആൻസർ കീ വെച്ചാണ്. അതായത് അരമാർക്ക് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അര 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 അങ്ങനെ ഇടാം. അല്ലെങ്കിൽ 1 1 1 വെച്ചിടാം. അല്ലെങ്കിൽ 1 പിന്നെ 1.5. മനസ്സിലായി മക്കളെ? അങ്ങനെ പല രീതിയിലായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും ക്വസ്റ്റ്യൻസ് മാറുന്നതനുസരിച്ച് എക്സാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾക്കുള്ളിൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നത് പതിവ്. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നോക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ മക്കളെ, ഓരോ ക്വസ്റ്റ്യൻ്റെ പെട്ടെന്ന് ഇവിടെ നിന്ന് കാര്യം പറഞ്ഞു പോകാം, നിങ്ങളെ വെറുതെ വലിച്ചു നീട്ടി സമയം കളയുന്നില്ല. ക്വസ്റ്റ്യനൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേടാ മക്കളെ നിങ്ങൾ എഴുതിയത്. ചിലപ്പോൾ വിട്ടുപോയി കാണും, എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് വിട്ടുപോയി കാണും. എങ്കിലും കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? π/3 എന്ന് എഴുതിയവർക്ക് 1 മാർക്ക്. കണ്ടല്ലോ, ഇതാണ് ആൻസർ കീ. ഇത് നോക്കിയാണ് ടീച്ചേഴ്സ് മാർക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ π/3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. കേട്ടല്ലോടാ, π/3 എന്ന് 1 മാർക്ക്. പിന്നെ ഫോർ ദ മെട്രിക്സ് ഇതെങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? 2 മാർക്ക്. അര മാർക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കിട്ടും. പിന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 7 12 4 7 എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക്. പിന്നെ 4a കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അര മാർക്ക്. A² ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക്. കണ്ടോ, ഫുൾ എഴുതണമെന്ന് പോലും ഇല്ല, ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് നിങ്ങൾക്ക് തരും. എടാ മക്കളെ എന്ന് പറഞ്ഞ് ഇത് എഴുതിയില്ലെങ്കിൽ, ഈ ഒരു സാധനം എഴുതിയില്ലെങ്കിൽ എനിക്ക് അര മാർക്ക് പോകുമോ? അങ്ങനെയൊന്നുമില്ല. ഇത് എഴുതിയിട്ടുണ്ട്, ഈ ഒരു സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അര മാർക്ക് കൂടെ കിട്ടും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് അര മാർക്ക് കൊടുക്കണം. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് അര മാർക്ക് കൊടുക്കണം. അപ്പോൾ എത്രയും 1 മാർക്കായി. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് അര മാർക്ക് കൊടുത്തിരിക്കണം. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുക്കണം. ഇതിന് ആൻസർ ഇങ്ങനെ എഴുതണമെന്ന് പോലുമില്ല. കൂട്ടി 0 0 0 0 എന്ന് തെളിയിക്കണമെന്ന് പോലുമില്ല. ഇവിടെ എഴുതി കഴിഞ്ഞാൽ അര മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇൻജെക്റ്റിംഗ് തെളിയിക്കാനായിരുന്നു. ഇത് പല രീതിയിൽ തെളിയിക്കാം. ഇവർ തന്നിരിക്കുന്ന ആൻസർ കീ വെച്ചാണെങ്കിൽ മക്കളിങ്ങനെ f(x1 = f(x2) ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ f11 ആണെന്ന് ഈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക്, ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക്. അങ്ങനെ അര 1 മാർക്ക്. ഫുള്ള് ഉത്തരം തെറ്റിയാൽ പോലും ഇത് എഴുതിയില്ലെങ്കിൽ പോലും ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് അവിടെ കിട്ടും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഗ്രാഫിൽ നിന്ന് എഴുതാനാണ്. അത് നോട്ട് ഇൻജെക്റ്റീവ് നോട്ട് സബ്ജക്റ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കിക്കണം മക്കളെ, അര 1 മാർക്ക്. ചിലവർക്ക് ഇത് ഗ്രാഫ്, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ആൻസർക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് ഞാൻ പറഞ്ഞു അല്ലേ, അതാണ് കുറച്ചുകൂടി എളുപ്പം. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് ഇങ്ങനെ വരച്ചിട്ട് എഴുതാം. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് പ്രകാരം ഇത് 2 പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഇത് 1 1 അല്ല.
അതേപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വരയ്ക്കുമ്പോഴത്തേക്കും ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. അതായത് റേഞ്ചും കോഡൊമൈനും സെയിം അല്ല. അപ്പോൾ ഇത്രയും സംഭവം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നോക്കിയേ, ഇൻജക്റ്റീവ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇൻജക്റ്റീവ് ആണോ സർജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ചുമ്മാ ഇൻജക്റ്റീവ് അല്ല, സർജക്റ്റീവ് അല്ല എന്ന് എഴുതിയാൽ തന്നെ അര 1 മാർക്ക് അവിടെ കിട്ടും. അങ്ങനെ എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ സന്തോഷിച്ചോ, നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കിട്ടി. 3 മാർക്കിൻ്റെ എത്രയാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അവിടെ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ചുമ്മാ എഴുതി ഈ തട്ടി വെക്കുന്നവരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് കിട്ടും. പിന്നെ ദേ ഇങ്ങനെ എഴുതിയിട്ടുള്ളവർക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് നിങ്ങൾക്ക് പറയാം. ഇവിടെ ദേ f(-2)ൻ്റെയും f(2)ൻ്റെയും സെയിം ആണ്. ഏതാണ്, 4 ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. f(-2)ൻ്റെയും f(2)ൻ്റെയും 4 ആണ് അതിൻ്റെ ഇമേജ്. പിന്നെ റേഞ്ചും കോഡൊമൈനും സെയിം അല്ല. അത് ഞാൻ പറഞ്ഞിരിക്കുന്ന സംഭവം എഴുതിയാൽ മതി. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ എഴുതിയാൽ മതി. അവർ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ മീനിങ് റേഞ്ചും കോഡൊമൈനും സെയിം അല്ല എന്നാണ്. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ എഴുതിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. മക്കളെ, ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. പ്രൂവ് ദാറ്റൊക്കെ നിങ്ങൾ ചെയ്ത് കാണും. കുട്ടികൾ ചിലപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഡയറക്റ്റ് π/4 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഇതിനെ π/4 എന്നോ 45 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടിക്കോളും കേട്ടോ. 1 മാർക്ക് ഷുവറാണ്. പിന്നെ നെക്സ്റ്റ് പുട്ട് x sin θ, θ sin inverse 6 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 1/2 മാർക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്, എക്സിന് പകരം ഇട്ട് കൊടുക്കുവാണെങ്കിൽ 1/2 മാർക്ക്. ഈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, 1/2 മാർക്ക്. 3 sin inverse 6 അതായത് RHS കിട്ടുവാണെങ്കിൽ 1/2 മാർക്ക്. അങ്ങനെ ടോട്ടൽ 3 മാർക്ക്. എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ 3 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, പ്രൂവ് ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇപ്പോൾ ഈ സ്റ്റെപ്പ് എഴുതിയിട്ടില്ലെങ്കിൽ തന്നെ 1/2 മാർക്ക് അവിടെ നഷ്ടപ്പെടത്തുള്ളൂ. നോ പ്രോബ്ലം, പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റിക്കകത്തായിരുന്നു. സോ ചുമ്മാ എഴുതി വെച്ചാൽ മതി. ഇത് f(x) ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണെന്ന് എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് വീതം കിട്ടും. അങ്ങനെ 1 മാർക്ക് അതിന്. പിന്നെ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പറയാം അവർ, റിമാർക്ക് എനി അതർ മെത്തേഡ്. കണ്ടിന്യൂറ്റി വേറെ ഏതെങ്കിലും മെത്തേഡ്, വേറെ ഏത് മെത്തേഡാണ്, ലിമിറ്റൊക്കെ വെച്ച് നമ്മൾ ചെയ്യത്തില്ലേ, ആ മെത്തേഡ് ചെയ്തവർക്കും ഡയറക്റ്റ് ആയിട്ട് 1 മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ടീച്ചർമാരുടെ ഇഷ്ടമാണ്. കറക്റ്റാണ് എഴുതിയിരിക്കണമെങ്കിൽ അവന് 1 മാർക്ക് കൊടുക്കാം. അങ്ങനെയാണ് ചില സമയത്ത് ഈ റിമാർക്ക് പറയും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ LHL കണ്ടുപിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അത് 4K എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുമ്പോൾ 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക്. 1 മാർക്ക് അവിടെ ആയി. ഓക്കെ, 2 മാർക്കാണ് അതിന്. 1 മാർക്കായി. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈക്വൽ ടു ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്. F കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം. ഇത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ LHL ഈക്വൽ ടു RHL എന്ന് ആദ്യമേ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക്. അത് തന്നെയാണ് ഈ കണ്ടിന്യൂസിൻ്റെ മീനിങ്. അങ്ങനെയാണ് നിങ്ങൾ തുടക്കം എഴുതിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക് അവിടെ കിട്ടും കേട്ടോ മക്കളെ. ഇതല്ലെങ്കിൽ LHL ഈക്വൽ ടു RHL രണ്ടും സെയിം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം കണ്ടിന്യൂസ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ് LHL ഈക്വൽ ടു RHL. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടിയിരിക്കും. ടോട്ടൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 3 മാർക്ക്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സൈൻ എക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതാണെന്ന് ചോദിച്ചത്. 0π/2 എന്ന് ജസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് അവിടെ കിട്ടും. അത് വേറെ ഏതെങ്കിലും എഴുതിയിരിക്കണമെങ്കിൽ ഒറ്റ മാർക്ക് പോലും കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കുക. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സിൽ ഉത്തരം തെറ്റിപ്പോയാൽ മാർക്ക് ഫുള്ള് പോകും. 1 മാർക്ക് ഇവിടെ കറക്റ്റ് ഉത്തരം എഴുതിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ചിലവരിവിടെ ബി എന്ന് മാത്രം എഴുതിയിട്ടുണ്ടായിരിക്കും, അവർക്കും കിട്ടും കേട്ടോ. ബി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ മാത്രം, ഇങ്ങനെ ബി എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് മാർക്ക് കിട്ടും കേട്ടോ. ഇതെടുത്ത് എഴുതണമെന്നില്ല. 1 മാർക്ക് അവിടെ കിട്ടി. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നായിരുന്നു. ഫസ്റ്റ് ചുമ്മാ ഏരിയ πr², സർക്കിളിൻ്റെ ഏരിയ πr² എന്ന് ചുമ്മാ എഴുതി വെച്ചവരുണ്ടെങ്കിൽ 1/2 മാർക്ക് അവിടെ കിട്ടും. ഈ 1/2 മാർക്കും 1 മാർക്കും ഒക്കെ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മക്കൾക്കറിയാം അല്ലേ? എഴുതുന്ന മക്കൾക്കറിയാം. ജസ്റ്റ് 17 മാർക്കിനൊക്കെ പരാജയപ്പെട്ടു പോകുന്ന മക്കൾസ് ഉണ്ട്. സോ നിങ്ങളത് സർക്കിളിൻ്റെ ഏരിയ പണ്ട് തൊട്ടേ പഠിക്കുന്നതല്ലേ πr². അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ പറ്റിയാണ് പറയണമെങ്കിൽ ചുമ്മാ ഏരിയ = πr² എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവൻ 1/2 മാർക്ക് കൊടുക്കണം നിർബന്ധമായിട്ടും. ഇതാണ് ആൻസർ കീ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ 1/2 മാർക്ക്. 15 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/2 മാർക്ക്. ലാസ്റ്റ് ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക്. അങ്ങനെ അര ടോട്ടൽ 2 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റിന്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് 3 മാർക്കാണ് ടോട്ടൽ ആ ക്വസ്റ്റിന് ഉള്ളത്. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. ചുമ്മാ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ സീക്കെക്സ് അകത്തേക്ക് ഇൻഡ്യൂ ചെയ്തിട്ടുള്ള 1/2 മാർക്ക്. ഡയറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക്. അപ്പോൾ 1 മാർക്ക് അവിടെ കിട്ടും. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന പരിപാടിയാണ്. ഇതിനെ 1/c² അല്ലേടാ. c² നമ്മളെങ്ങനെ എഴുതും? 1/cos². cos² 1/sin² എന്നൊക്കെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റെസിപ്രോക്കൽ എടുത്തൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്.
വിശദമായിട്ട് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട കുട്ടികൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. ഇവിടം വരെ ഈ ഒരു സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അര മാർക്ക് അവിടെ കൊടുക്കണം. ടാൻ സ്ക്വയർ എക്സ് കിട്ടുന്ന അര മാർക്ക്, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അര ടോട്ടല് 2 മാർക്ക്. അപ്പോൾ ലാസ്റ്റത്തെ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ഇടയ്ക്ക് മിസ്സായാൽ പോലും നിങ്ങളുടെ ഫുൾ മാർക്കൊന്നും നഷ്ടപ്പെടത്തില്ല. കേട്ടോടാ? ഓക്കെ. യെസ്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ 5y + 4j. അത് അവർ കണ്ടുപിടിച്ച പെർപെൻഡിക്കുലർ വെക്ടറാണ്. ഞാൻ ആൻസർ കീ ചെയ്തപ്പോൾ കണ്ടുപിടിച്ച് ഞാൻ വേറൊരു വെക്ടറായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നത് വേറൊരു വെക്ടറായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാനുള്ള രീതി ഞാൻ പറഞ്ഞു തന്നു. ഏറ്റവും എളുപ്പം ഞാൻ പറഞ്ഞ ക്രോസ് എടുത്ത ചുമ്മാ ഒരു ക്രോസ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ എനി അതർ കറക്റ്റ് ആൻസർ, ഏത് കറക്റ്റ് ആൻസർ എഴുതിയാലും 1 മാർക്ക് കൊടുക്കുക. ഇതിപ്പോൾ അവർ ആൻസർ കീയിൽ എഴുതിയിരിക്കുന്ന ഒരു വെക്ടറാണ്. ഏത് ആൻസർ എഴുതിയാലും കറക്റ്റ് ആൻസർ എഴുതിയാലും 1 മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഏത്? എയുടെ. ഇത് ചുമ്മാ പെറുക്കി എഴുതിയാൽ മതി. 4 - 5 6 കണ്ട 4 - 5 6 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് അവിടെ കിട്ടും. സിമ്പിൾ പരിപാടി. നെക്സ്റ്റ് ബി ഈസ് ഈക്വൽ ടു -2a എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് കിട്ടും കേട്ടോ. എങ്ങനെ വേണേൽ എഴുതാം, അതിന് 1 മാർക്ക് കൊളീൻ എന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ. നെക്സ്റ്റ് പ്രോബിലിറ്റി എന്നായിരുന്നു 8ാമത്തെ ക്വസ്റ്റ്യൻ. പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി. ഡയറക്റ്റ് നമുക്കറിയാവുന്ന കാര്യം ദേ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക്. അത് ഇൻറ്റു ചെയ്തിട്ടുണ്ട്, കാരണം ഇൻഡിപെൻഡൻ്റ് ആണ്. ആ വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അര മാർക്ക്. അങ്ങനെ 1 മാർക്ക് അവിടെ. പി ഓഫ് എ യൂണിയൻ ബി, അതിൻ്റെ ഈ ഇക്വേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അര മാർക്ക് അവന് കൊടുക്കണം. അടുത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുക്കണം. ആൻസർ തെറ്റിയാലും കുഴപ്പമില്ല, മാർക്ക് പോകത്തില്ല മക്കളെ. ചിലർ ചോദിച്ചെന്നോട്, സാർ ആൻസർ എൻ്റെ തെറ്റിപ്പോയി, കാൽക്കുലേറ്റ് അടിച്ചപ്പോൾ. കുഴപ്പമില്ല, നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടോ, അര മാർക്ക് നിങ്ങൾക്ക് തരണം. ക്ലിയർ ആയോ? അര മാർക്ക് നിങ്ങൾക്ക് തരണം. അപ്പോൾ കറക്റ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മാർക്കുകൾ കൂട്ടി നിങ്ങൾക്ക് പോകാം കേട്ടോ. അടുത്ത് ഇതിന് അര മാർക്ക് കൊടുക്കണം. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുക്കാം. ഇതല്ലാതെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് +1 പഠിച്ചാണ്. അത് ഉപയോഗിച്ചാലും നോ പ്രോബ്ലം, മാർക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ. സെയിം ആൻസർ തന്നെ കിട്ടും. ആൻസർ തെറ്റിയാലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കിട്ടിയിരിക്കും, മാർക്ക് കിട്ടിയിരിക്കും. അതാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ. അടുത്ത 9th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മക്കളെ ഫസ്റ്റത്ത് സിമ്മെട്രിക് എന്ന് ചുമ്മാ എഴുതി വെച്ചാൽ കിട്ടും, അവിടെ 1 മാർക്ക്. നെക്സ്റ്റ് 1 1 on 2 വെച്ച് തെളിയിക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇവർ തെളിയിച്ചിരിക്കുന്ന കോമ്പോസിഷൻ വെച്ചാണ്. അത് വെച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കാരണം വേറെ ഏതെങ്കിലും മെത്തേഡ് കണ്ടോ, എനി അതർ മെത്തേഡ്, വേറെ ഏതെങ്കിലും മെത്തേഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ഫുൾ മാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോമ്പോസിഷൻ വെച്ചായിരിക്കും എഴുതിയിരിക്കണം. എഫ് കോമ്പോസിഷൻ, ജി കോമ്പോസിഷൻ. പക്ഷേ നിങ്ങൾ 1 1 on 2 വെച്ച് ചെയ്യാൻ മതി. സിമ്പിളല്ലേ 1 1 on 2. f(x1 = f(x2) സിമ്പിളായിട്ട് കിട്ടും 1 1. പിന്നെ ഓൺ ടു ആണോ നോക്കാൻ പറയും. ഓൺ ടു ആണ്. അപ്പോൾ 1 1 ഓൺ ടു ആണെങ്കിൽ എന്താണ്? ബൈജക്റ്റീവ് ആണ്. ബൈജക്റ്റീവ് ആണെങ്കിൽ എന്താണ്? ബൈജക്റ്റീവ് ആണെങ്കിൽ അത് ഇൻവെർട്ടിബിൾ ആണ്. ഇൻവെർട്ടിബിൾ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ട്. സോ ഇൻവേഴ്സ് ഇങ്ങനെ എടുത്തെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അര മാർക്ക് അവിടെ കിട്ടും ഇൻവേഴ്സിന്. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള പരിപാടിക്കാണ് ഇത്രയും മാർക്ക്. ലാസ്റ്റ് ഇൻവേഴ്സ് എഴുതുന്നതിന് അര മാർക്ക്. അപ്പോൾ ഇൻവേഴ്സ് എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ അര മാർക്ക് നഷ്ടപ്പെടത്തുള്ളൂ. ഓക്കെ. 1 1 on 2 തെളിയിക്കുവാണെങ്കിൽ തന്നെ 2 3 മാർക്കോളം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ചിലവർ ചോദിച്ച കാര്യമായിരുന്നു. സാറേ ഡിറ്റർമിൻ്റെ കണ്ടുപിടിച്ചാലൊക്കെ എത്ര മാർക്ക് കിട്ടുമെന്ന്. നോക്കാം. ഈ ഒരു സംഭവമാണല്ലേ, ചിലവർക്ക് തെറ്റിക്കാണും. എങ്കിലും ഡിറ്റർമിൻ്റെ കണ്ടുപിടിക്കുവാണെങ്കിലും ഡിറ്റർമിൻ്റെ 13 കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അര മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അഡ്ജിയെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കിട്ടും. ഇതെന്തായാലും മിക്ക കുട്ടികളും കണ്ടുപിടിച്ച് കാണുമല്ലോ ഈ 2 സാധനം. കാരണം ക്വസ്റ്റിനകത്ത് ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്, അഡ്ജിയെയും പറഞ്ഞിട്ടുണ്ട്, ഡിറ്റർമിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ആണെങ്കിലും ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടികളാണെങ്കിലും ഇത് കണ്ടാൽ പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ട്. സോ അവർ ചുമ്മാ ഇത് കണ്ടപ്പോൾ തന്നെ ഡിറ്റർമിൻ്റെ കണ്ടുപിടിച്ച് കാണും. അവർക്ക് അര മാർക്ക് കൊടുക്കണം. അഡ്ജിയെ കണ്ടുപിടിച്ച് കാണും, അര മാർക്ക് കൊടുക്കണം. അങ്ങനെ 1 മാർക്ക് ആയല്ലോ. യെസ്. ഇനി എയും അഡ്ജിയെയും കൂടി ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അര മാർക്ക് കൊടുക്കണം. പിന്നെ ഡിറ്റർമിൻ്റെയും ഐയും കൂടെ ചെയ്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് അര മാർക്ക് കൊടുക്കണം. കണ്ടല്ലോ, സിമ്പിൾ പരിപാടി. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് നമ്മുടെ സം ഓഫ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ആയിരുന്നു. അത് നോക്കിക്കടാ. എ ട്രാൻസ്പോസ് അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവൻ അര മാർക്ക്. പിന്നെ എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അവൻ അര മാർക്ക്. ഇപ്പം എത്രയായി? 1 മാർക്കായേ. എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ, അവൻ അര മാർക്ക്. അത് തമ്മിൽ കൂട്ടിയിട്ടുണ്ടോ, കൂട്ടുമ്പോൾ എ കിട്ടിയൊന്ന് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടോ, അവൻ അര മാർക്ക്. കണ്ടല്ലോടാ. അപ്പോൾ ഫുൾ മാർക്ക് നഷ്ടപ്പെടത്തൊന്നുമില്ല. എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാലും നമുക്ക് ആ മാർക്ക് മാത്രമേ പോകത്തുള്ളൂ. അര മാർക്ക് പോയാലും ബാക്കി കിട്ടത്തില്ലേ? യെസ്. അങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ആണ്. ഇച്ചിരി ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
ബാക്കി എല്ലാവരും എഴുതി കാണും. ഇത് മാത്രമാണ് ചിലവർക്ക് ഡൗട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റിനൊക്കെ ചിലർക്ക് നല്ല രീതിയിൽ ഡൗട്ട് തോന്നിയ ക്വസ്റ്റിനാണ്. ഓക്കെ, എങ്കിലും കുഴപ്പമില്ല. ഇത് കോണിൻ്റെ കാര്യമാണ്. സോ കോണിൻ്റെ വോളിയം എഴുതി 1/3 πr²h. നേരത്തെ പഠിക്കുന്ന സംഭവം തന്നെയാണ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമാണ്. വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അരമാർക്ക്. സ്ലാൻഡ് ഹൈറ്റ് വെച്ച് 6 കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അരമാർക്ക്. അവിടെ 1 മാർക്ക് കിട്ടി. പിന്നെ അതിനകത്ത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഓക്കെ, വേറെ ഏതെങ്കിലും മെത്തേഡിൽ ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അവന് 2 മാർക്ക് കൊടുക്കണം. അതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തെളിയിക്കാൻ പറഞ്ഞത് ഇത് tan ഇൻവേഴ്സ് √2ൻ്റെ അവിടെ മാക്സിമം വോളിയം തെളിയിക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വോളിയത്തിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, അരമാർക്ക്. ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അവന് അത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് അരമാർക്ക് കൊടുക്കണം. പിന്നെ മാക്സിമം ഒന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അരമാർക്ക് കൊടുക്കണം. ലാസ്റ്റ് tan θ ഈക്വൽ ടു ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അരമാർക്ക് കൊടുക്കാം. സിമ്പിൾ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കാൻ ഇച്ചിരി പാടുപെട്ട് കാണും. പക്ഷേ സിമ്പിൾ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്, ഉണ്ടാവും, ഒന്നുമില്ല. പക്ഷെ അത് ഇതിലേക്കാണ് എത്തേണ്ടതെന്ന് ചില കുട്ടികൾക്ക് മനസ്സിലായി കാണത്തില്ല. അവർക്കും ഈ മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് എന്നായിരുന്നു. ചിലവർക്ക് ഇതും ഡൗട്ടുണ്ട്, സാറേ ഇത് ഈ സ്റ്റെപ്പ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് പോവും? ഞാൻ പറയാം, നോക്കാം. ഓക്കെ, ഫസ്റ്റ് മക്കളെ വൈ കണ്ടുപിടിച്ചിട്ടുണ്ടോടാ മക്കളെ? യെസ്, അതെനിക്ക് ഉറപ്പുണ്ട് മിക്ക മക്കളും കണ്ടുപിടിച്ച് കാണും. വൈ വെറുതെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ 1 മാർക്ക് അവിടെ കിട്ടി. ഇനി ഏരിയയുടെ ഇക്വേഷൻ y dx എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ a to b f(x) dx നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇത് തന്നെയാണ് y dx. അങ്ങനെ എഴുതിയിട്ടുണ്ടോ മക്കളെ? അര മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതേ ഈ ഒരു സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ടോ? അര മാർക്ക് അവിടെ. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടി, ഈ ഒരു സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ടോ? അര മാർക്ക് അവിടെ. a/a ആണ് കേട്ടോ. ഇവിടെ 0 അല്ല, ഇവിടെ a ആണ്. ഇത് അവർക്ക് എന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു. ഇവിടെ a/a ആണ്, 0 അല്ല. a/a എന്ന് പറയുമ്പോൾ 1 വരും. സൈൻ ഇൻവേഴ്സ് 1 വരും. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ π/2. സോ πab/4 എന്ന് കിട്ടും. അപ്പോൾ ഇത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞു മക്കളെ. ഓക്കെ, ഇനി അതിൻ്റെ സെക്കൻഡ് ഏരിയ ഓഫ് സർക്കിൾ ചുമ്മാ πa² എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് കൊടുക്കണം, πa². ഇനി ലാസ്റ്റ് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ചിലർ ഇക്വേഷൻ മാത്രം ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഇക്വേഷൻ ചെയ്യാൻ പറ്റി കാണത്തില്ല. ഇക്വേഷൻ മാത്രം അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇക്വേഷൻ മാത്രം ഞാൻ പഠിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാത്രം എഴുതി വെച്ചവർക്ക് 1 മാർക്ക് കൊടുക്കണം. ഒന്നും എഴുതിയിട്ടില്ല, ഈ ഇക്വേഷൻ മാത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവന് 1 മാർക്ക് കൊടുക്കണം. ഞാൻ സെയിം മക്കളോട് പറഞ്ഞിട്ടുള്ളതാണ്. മക്കൾ ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അത് എഴുതി വെക്കണം, അത് എവിടെയെങ്കിലും എഴുതി വെച്ചോണം. കാരണം തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് 1 മാർക്ക് കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞാണ് വിട്ടത്. എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ 1 മാർക്ക് നഷ്ടപ്പെടത്തില്ല. ഫുൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 4 മാർക്ക് കിട്ടിയിരിക്കും. നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. സോ IF കണ്ടുപിടിച്ച് കാണും. എക്സ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അര എന്ന് പറഞ്ഞാൽ 1 മാർക്ക് അവിടെ ഡയറക്റ്റ് കിട്ടി കാണും. അര മാർക്ക് എനിക്ക് തോന്നുന്നു ഇക്വേഷൻ എഴുതുന്നതിനും ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുമ്പോഴാണ് അര കിട്ടുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് dy = എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് y കണ്ടുപിടിക്കുമ്പോൾ 1 മാർക്ക് കിട്ടും. ലാസ്റ്റ് എക്സിനും വൈക്കും വാല്യൂ ഇട്ട് കൊടുത്ത് c കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് അര വീതം കിട്ടും. അങ്ങനെ ടോട്ടൽ 4 മാർക്കാണ് ആ ക്വസ്റ്റ്യന്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ്. ചുമ്മാ 1 0 0 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. നെക്സ്റ്റ് cos θ = ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞ ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതണം മക്കളെ. ഇക്വേഷൻ എഴുതി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇക്വേഷൻ എഴുതി അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ് b1 ഡോട്ട് b2 ഇതൊക്കെ സൈഡിൽ കണ്ടുപിടിച്ചാൽ മതി. b1 ഡോട്ട് b2 മോഡ് b1 മോഡ് b2 ഒക്കെ സൈഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 1 + അര 1.5 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക് അവിടെ കിട്ടി. ലാസ്റ്റ് ആൻസർ തെറ്റിയാലും എന്താ, ബാക്കി ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഫോർമുല മാത്രം ഇങ്ങനെയൊന്നും എഴുതിയില്ലെങ്കിലും θ = എന്ന് എഴുതിയില്ലെങ്കിൽ പോലും അവന് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞു. കണ്ടോ, θ = ഇങ്ങനെ എഴുതിയിട്ടില്ലാത്ത കുറേ കുട്ടികളുണ്ട്. അവർക്ക് ഇത്ര എഴുതിയേക്കാൻ തന്നെ ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഫോർമുല ഏതാണ്? b1 ഡോട്ട് b2 b1 ഡോട്ട് b2 എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കാനോ? അല്ല, b1 ഡോട്ട് b2 കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് അര മാർക്ക് കൊടുക്കാം. b1ഉം b2ഉം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുക്കാം. ഇതൊന്നും എഴുതാതെ ഇത് മാത്രം കണ്ടുപിടിച്ച് വെച്ചവർക്ക് മാർക്ക് നഷ്ടപ്പെടത്തില്ല. അവന് അര 1 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേടാ, ക്ലിയർ ആയില്ലേ? 15ാമത്തെ ക്വസ്റ്റ്യൻ ചുമ്മാ π/4 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് 1 മാർക്ക് കൊടുക്കണം. നെക്സ്റ്റ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ്. ഇത് ചുമ്മാ ഡിറ്റർമിനൻറ്റ്, ഇത് ക്രോസ് കാണുമ്പോൾ ഡിറ്റർമിനൻ്റ് ആണെന്ന് അറിയാവുന്ന കുട്ടികൾക്ക് ചുമ്മാ ഡിറ്റർമിനൻറ്റിനകത്ത് ഇതിട്ട് കൊടുത്താൽ തന്നെ 1 മാർക്ക് അവിടെ കിട്ടി. മുന്നോട്ട് ചെയ്തില്ലെങ്കിലും ഇത്ര എഴുതിയാൽ തന്നെ 1 മാർക്ക് അവിടെ കിട്ടി. അത് ഡിറ്റർമിനൻ്റ് ഓപ്പൺ ചെയ്ത സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് അവിടെ കിട്ടി. അതിൻ്റെ അകത്തുനിന്ന് മ്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ അര മാർക്ക്, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ അര മാർക്ക്.
അങ്ങനെയാണ് ടോട്ടൽ 4 മാർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബേസ് തിയറം നമ്മൾ വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. പി ഓഫ് ഇ1 പി ഓഫ് ഇ2 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1/2 എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ അര 1 മാർക്ക് കിട്ടും. അടുത്ത് പി ഓഫ് എ ഗിവൺ ഇ1 കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 3/7 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കിട്ടും. പി ഓഫ് എ ഗിവൺ എ2 കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അര മാർക്ക്. എടാ ഇക്വേഷൻ എഴുതാതെ ഇത്രയും സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര മാർക്കായടാ? 1 2 മാർക്കായി. 4 മാർക്കിലെ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇക്വേഷൻ മസ്റ്റ് ആണ്. കണ്ടല്ലോടാ, ഇതാണ് ആൻസർ കീ. ഇത് ഇനി +2 പഠിക്കുന്ന കുട്ടികളും കാണുവാണെങ്കിൽ മക്കളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങൾ ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതി വെക്കണം. ആൻസർ കീയിൽ നിർബന്ധമായിട്ടും പറയണ്ടേ, ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കുക. കണ്ട, ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് മാർക്ക് ഇട്ട് കൊടുക്കണം, 1 മാർക്ക്. ലാസ്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ 4 മാർക്ക്. പിന്നെ നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഇത് 0 ആണ്. സോ 0 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി നമുക്ക് ഓരോ നോക്കാം, ഈ 5 മാർക്ക് എങ്ങനെ കിട്ടണമെന്ന് നോക്കാം. പലരുടെയും ഡൗട്ടാണ്, സാറേ ലാസ്റ്റ് ആൻസർ തെറ്റിപ്പോയി, അതിൻ്റെ ഇടയ്ക്ക് തെറ്റിപ്പോയി, എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാം. 5 മാർക്കിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എടാ, എയും എക്സും ബിയും പെറുക്കി എഴുതിയിട്ടുണ്ടോ? എയും എക്സും ബിയും പെറുക്കി എഴുതിയാൽ 1 മാർക്ക് അവന് കിട്ടിയിരിക്കും. അപ്പോൾ 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് എല്ലാ മക്കൾക്കും 1 മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം സന്തോഷമായോ? അപ്പോൾ 1 മാർക്ക്, എയും എക്സും ബി എഴുതിയിട്ടുണ്ട്, 1 മാർക്ക്. ഓക്കെ, ഡിറ്റർമിനൻ്റ് -17 ആണെങ്കിൽ അര മാർക്ക് അവിടെ കിട്ടി. അപ്പോൾ ഡിറ്റർമിനൻ്റ് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് പോവും? അര മാർക്ക് പോകത്തുള്ളൂ. ഓക്കെ ആണോടാ? എന്നോട് ഡൗട്ട് ചോദിച്ചവർക്ക് ഓക്കെ ആയോടാ? നെക്സ്റ്റ്, ഇതൊന്നും വേണമെന്നില്ല, നമ്മുടെ മറ്റേ 4 തവണ എഴുതിയിട്ട് വെട്ടി ചെയ്യത്തില്ലടാ. എങ്ങനെ എഴുതിയാലും കോഫാക്ടർ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് എ ഇൻവേഴ്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് 2 മാർക്ക് കൊടുക്കണം. എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് 2 മാർക്ക് കൊടുക്കണം. കോഫാക്ടറിൽ നിന്നല്ലേ അഡ്ജിയെ കിട്ടുന്നത്, അഡ്ജിയിൽ നിന്നാണല്ലോ എ ഇൻവേഴ്സ് കിട്ടുന്നത്. സോ അങ്ങനെ എഴുതിയിട്ടുള്ളവർക്ക് 2 മാർക്ക് കൊടുക്കണം. ലാസ്റ്റ് എക്സ് ഇസിക്കൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അര പ്ലസ് അര മാർക്ക് എന്ന് പറഞ്ഞാൽ 1 മാർക്ക് അവിടെ കൊടുക്കണം. ഈ സംഭവം എഴുതണതിന് തന്നെ അര മാർക്കുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അര മാർക്കുണ്ട്. അങ്ങനെ 1 മാർക്ക് അവിടെ കിട്ടി. ലാസ്റ്റ് ആൻസർ ശരിയാകുമ്പോൾ അര മാർക്ക് അവന് കിട്ടും. അങ്ങനെയാണ് ടോട്ടൽ 5 മാർക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ലാസ്റ്റത്തെ ആൻസർ തെറ്റിയ കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഈ 1, 2, 3 അല്ല, അതിന് വരെ വേറെന്തോ കിട്ടിയത്. ആ നിങ്ങളുടെ അര മാർക്ക് അവിടെ നഷ്ടമാകത്തുള്ളൂ കേട്ടോടാ. ബാക്കിയുള്ള 4.5 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇടയ്ക്ക് ഡിറ്റർമിനൻ്റ് തെറ്റിക്കഴിഞ്ഞാൽ ആ അര മാർക്ക് നിങ്ങൾക്ക് പോകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ സന്തോഷമായോ? മൊത്തം മാർക്കും പോകുമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കുറേ എണ്ണം. ഇപ്പോൾ സമാധാനമായോടാ നിങ്ങൾക്ക്? യെസ്. അങ്ങനെയാണെങ്കിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ഇസിക്കൽ ടു 2x. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സിൻ്റെ ടാൻ്റെ ഇക്വേഷനാണ്. ടാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സൈൻ 2θ ഇക്വേഷനിലേക്ക് കിട്ടും. സോ എക്സ് ഇസിക്കൽ ടാൻ തീറ്റ ഇട്ട് കൊടുക്കുക, തീറ്റ ഇസിക്കൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഹാഫ് മാർക്ക്. അത് ഇട്ട് കൊടുക്കുന്ന സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അര മാർക്ക്. അത് ഇട്ട് കൊടുത്തിട്ട് ചെയ്യണവർക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അതല്ലാതെ ഡയറക്റ്റ് y ഇസിക്കൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അര മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ഞാൻ ഫുള്ള് വിവരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻസർ കീക്കകത്ത്. ഓക്കെ, ഇനി സെക്കൻഡിനകത്ത് y ഇസിക്കൽ ടാൻ ഇൻവേഴ്സ് ഇത് ഓക്കെ y1 ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുക്കാം. പിന്നെന്താണ്, തിരിച്ച് ഇങ്ങോട്ട് എടുത്ത് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുക്കാം. ലാസ്റ്റ് എന്താണ് ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് y2ഉം y1ഉം ഒക്കെ വരുന്നത്. എന്ന് പറഞ്ഞാൽ d²y/dx² എന്നൊക്കെ ഇല്ലേടാ? യെസ്, അങ്ങനെ എഴുതിയ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അര മാർക്ക് അവന് കൊടുക്കാം. ലാസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുക്കാം. ചുമ്മാ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് അര മാർക്ക് കൊടുക്കാം. കേട്ടോ, ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ സാധനം തന്നെ വീണ്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് അര മാർക്ക് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ തേർഡ് പാർട്ട് ഡെറിവേറ്റീവ് log x റൈസ് ടു log x. തുടക്കം ലോഗ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അര മാർക്ക് കൊടുക്കാം. ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവന് 1 മാർക്ക് കൊടുക്കാം. ലാസ്റ്റ് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അവന് അര മാർക്ക് കൊടുക്കാം. y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുപോലും വേണ്ട, dy/dx = എന്ന് പറഞ്ഞ് എഴുതിയാൽ തന്നെ അവന് മാർക്ക് കിട്ടും. ഓക്കെ, y ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ dy/dx = എന്ന് പറഞ്ഞ് എഴുതിയാൽ തന്നെ അവന് അര മാർക്ക് അവിടെ കിട്ടിയിരിക്കും. ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 19th ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ x² e⁻x. ഇച്ചിരി ഉണ്ടായിരുന്നു ചെയ്യാൻ, കാരണം UV മെത്തേഡ് അല്ലേ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിരുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുണ്ടെങ്കിൽ അര മാർക്ക്, അതിനകത്തുനിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അര മാർക്ക്, ഈ സ്റ്റെപ്പ് കിട്ടുന്ന അര മാർക്ക്, ഈ ഒരു സ്റ്റെപ്പ് കിട്ടുന്ന അര മാർക്ക്. വേറെ ഏതെങ്കിലും മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. വേറെ ഏത് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വേറെ സ്റ്റെപ്പ് വെച്ച് ചെയ്യാം ഇവിടെ. ഓക്കെ, യുവും വിയും അല്ലാതെ വേറെ സ്റ്റെപ്പൊക്കെ വെച്ച് ചെയ്യാം. പക്ഷേ എല്ലാവരും UV വെച്ച് ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അവന് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് പാർട്ട്
യു ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത് ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അര വെച്ച് കിട്ടും. അവസാനം ഈ ഒരു സ്റ്റെപ്പ് √u × 2 ഈ 2 പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ഒരു സ്റ്റെപ്പ് കിട്ടുന്ന അരമാർക്ക്. റൂട്ടിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോഴത്തേക്കും u⁵3/2/3/2 കിട്ടും. അങ്ങനെ ആയിട്ടുണ്ട് അരമാർക്ക്. ലാസ്റ്റ് ആൻസർ ഇങ്ങനെ എഴുതണമെന്നില്ല. ഇവിടം വരെ എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റിനകത്ത് നമ്മൾ എക്സിൻ്റെ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം അല്ലേ. എക്സിന് പകരം 1 - x അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള സ്റ്റെപ്പിന് അരമാർക്ക്. അവസാനം ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അരമാർക്ക്, ഈ ഒരു സ്റ്റെപ്പ് കിട്ടുന്നുണ്ട് അരമാർക്ക്, ഇവിടെ കിട്ടുന്നുണ്ട് അരമാർക്ക്. ഡയറക്റ്റ് ഈ ഇക്വേഷൻ മാത്രം എഴുതിയവർക്കുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ടോട്ടൽ മാർക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കേടാ മക്കളെ, ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ ഗ്രാഫ്. ഇതും കുറേ പേര് എന്നോട് ചോദിച്ചാണ്. കാരണം ഗ്രാഫ് മാത്രം വരച്ച് വെച്ചാൽ എത്ര മാർക്ക് കിട്ടും, ഗ്രാഫിൻ്റെ ലാസ്റ്റത്തെ ടേബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം നമുക്ക്. മക്കളെ, ഈ ഒരു സാധനം എഴുതിയിട്ടുണ്ടോ നിങ്ങൾ? ഈ ഒരു സംഭവം, ഈ ഒരു ബോക്സ് വരച്ചിട്ടുണ്ടോ? യെസ്, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഇനി ഗ്രാഫ് ഇവിടം വരെ കറക്റ്റ് വരച്ചിട്ടുണ്ടോ? 2 മാർക്ക് കിട്ടി. 2 1 3 മാർക്കായി. ഞാൻ പറഞ്ഞായിരുന്നു 4 മാർക്കെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ വർഷത്തെ ആൻസർ കീ വെച്ച് 4 മാർക്കാണ് ഇവിടം വരെ ശരിയാക്കുവാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ അവർ അവിടെ 3 മാർക്കാക്കി. പിന്നെ ഇത്രയും വരെ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് എവിടെയും പോകത്തില്ല. ഇവിടം വരെ വരച്ച് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 2 1 3 മാർക്ക് കിട്ടിയിരിക്കും. ഇനി ഷെയ്ഡ് ചെയ്യാത്തവരാണെങ്കിൽ 1 മാർക്ക് കിട്ടും. ഇവിടെ 1 1 2 മാർക്ക്. ഈ കോളം വരച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മക്കളെ 2 മാർക്ക് കിട്ടും. ലാസ്റ്റ് മാക്സിമം വാല്യൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. അപ്പോൾ ഈ 1 മാർക്ക് ഇതിനും കൂടെ ചേർത്താണ്. അപ്പോൾ ടോട്ടൽ 6 മാർക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഏകദേശം ക്ലിയർ ആണെന്ന് തോന്നുന്നു. മക്കളെ, ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ കീ നിങ്ങളുടെ കയ്യിൽ കാണത്തില്ല. അപ്പോൾ ഇത് എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, റിസൾട്ട് വരുമ്പോഴത്തേക്കും, റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏകദേശം ഒരു മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. റിസൾട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കൂടുതൽ കിട്ടാം, കുറവ് കിട്ടാം. അപ്പോൾ എവിടെയൊക്കെയാണ് മാർക്ക് പോയതെന്നൊരു ഐഡിയ കിട്ടണം. അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് അവിടെ മാർക്ക് പോയത് എന്താണെന്നൊക്കെ ഒരു സ്വയം ചിന്ത വരും. ആ ചിന്ത ഒഴിവാക്കാൻ വേണ്ടിയാണ് മക്കളെ ഇങ്ങനൊരു ഒഫീഷ്യൽ ആൻസർ കീ വെച്ച് ഞാൻ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഏകദേശം ക്ലിയറായി കാണും. എല്ലാവർക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി റിസൾട്ട് വന്നതിന് ശേഷം, റിസൾട്ട് വരുന്ന സമയം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ മക്കളെ. അറിയിക്കും, അപ്പം തന്നെ അറിയിക്കും. എല്ലാവരും നമുക്ക് ആ റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് കാണാം മക്കളെ. വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് റിസൾട്ടിനെ നേരിടാം. ഓക്കെ, റിസൾട്ട് വന്നതിന് ശേഷം അതിൽ പരാജയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പുതിയൊരു സേവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ റിസൾട്ട് വരുന്ന സമയത്ത് പറയാം. എന്തായാലും നമ്മുടെ ഈ ചാനൽ മക്കളെ, എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ബാച്ചിൻ്റെ കാര്യങ്ങൾ, റിസൾട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് വരാം. അതേപോലെ തന്നെ പുതിയ +1 +2 കുട്ടികൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലൊന്ന് മെസ്സേജ് അയക്കുക മക്കളെ. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് കിടിലനായിട്ട് നിങ്ങളുടെ സീനിയേഴ്സ് പഠിച്ച പോലെ കിടിലനായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സയൻസ് കുട്ടികളുടെ മാത്സിൻ്റെ ആൻസർ കീ. കൊമേഴ്സ് കുട്ടികളുടെ വേണമെങ്കിൽ പറയുക മക്കളെ. കൊമേഴ്സ് കുട്ടികളുടെ ഇതേപോലെ ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. അതുവരേക്കും ബൈ.